ഇസബെല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവും സ്പെയിൻ പിടിച്ചടക്കിയ ഒരു സമയമുണ്ട്. 800 കൊല്ലത്തെ ഭരണത്തിന് ശേഷം സ്പെയിൻ പിടിച്ചടക്കി ആര്? ഇസബെല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവും. എന്താ ചെയ്തത്? ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കഴുത്തറുത്തു കൊന്നു. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ ഒരനർത്ഥവും ചെയ്തില്ല. എന്തേ? അവരുടെ പിന്നിൽ ഇസ്ലാമായിരുന്നു. അവർ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചവരായിരുന്നു. ഇസ്ലാം സിൽമിൽ നിന്ന് സമാധാനത്തിന് നീതിയില്ലാതെ ഒരു ഇസ്ലാം ഉണ്ടാവൂല. ഇനി ഏതൊരാളിൽ നീതി കണ്ടിട്ടില്ലെങ്കിൽ അയാളിൽ ഇസ്ലാമില്ല എന്ന് ഉറപ്പിച്ചോളൂ. ഉസ്മാനികൾ ആദ്യമായി ഖലീഫയാവുന്നത് 1512 മുതലാണ്. ആരുടെ കാലത്ത്? സലീം ഒന്നാമന്റെ കാലത്ത്. ഇതേടെ കാലം. ഇത് കാലമേത മുഹമ്മദുൽ ഫാത്തിഹ്. അവിടെ നബി പറഞ്ഞത് ഇല്ലെങ്കിൽ റസൂൽ ഖലീഫ തന്നെ പറയും. ഇഖ്തദൂ മിൻ ബാദി അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ. റസൂൽ ഖലീഫ എന്നാണ്. ഇവിടെ റസൂൽ ഖലീഫ എന്നല്ല പറഞ്ഞു. എന്തുകൊണ്ട്? ഉസ്മാനികൾ അന്ന് ഖലീഫയായിട്ടില്ല. അന്ന് ഖലീഫ അബ്ബാസിയാണ്. അന്നത്തെ അമീർ ഏറ്റവും നല്ല അമീറാണ്, അന്നത്തെ ഖലീഫ എന്ന് ഹബീബ് പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അന്ന് ഉസ്മാനികൾ ഖലീഫമാർ ആയിട്ടില്ല. ഖലീഫ വരുന്നത് 1512 മുതലാണ്. ആദ്യത്തെ ഖലീഫ സലീം ഒന്നാമനാണ്. ഇത് അതിന്റെ മുമ്പാണ്. മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ ഹബീബിനോട് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞു അത് മദീനത്ത് ഹിർക്കലാണ്, ഇത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. 8 നൂറ്റാണ്ടുകളോളം ഓരോ തവണയും അവരെ ഒഴിവാക്കപ്പെട്ടു. അവർക്ക് ശക്തി ഇല്ലാതെ 8 നൂറ്റാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. കയറിയതാരാ? മുഹമ്മദ്. ഈ മുഹമ്മദിന് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കിട്ടിയ പേരാണ് എന്ത്? അൽ ഫാത്തിഹ. അതുവരെ അദ്ദേഹത്തിന് അൽ ഫാത്തിഹ എന്ന പേരില്ല. ഫതഹ് ഖസ്തൻതീനിയ റസൂലുള്ള പറഞ്ഞ വാക്കാ. ഫതഹു ഖസ്തൻതീനിയ. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ ഫതഹാക്കും. ഫതഹാക്കിയ അമീർ ഏറ്റവും നല്ല അമീറാണ്. അപ്പൊ അമീർ സ്വയം പേര് സ്വീകരിച്ചു. എന്ത്? അൽ ഫാത്തിഹ, മുഹമ്മദുൽ ഫാത്തിഹ. വളരെ ചിന്തിക്കണം. ഇതിന്റെ ഒരു ഘട്ടത്തിൽ അവര് തകർന്നിരുന്നു. ഇതില് കോൺസ്റ്റാന്റിനോപ്പിലേക്ക് കടക്കാൻ കഴിയാതെ ഇവരും തകർന്നിരുന്നു. രാത്രി ഭയങ്കരം പട്ടാളം ക്ഷീണിച്ചുപോയി. അങ്ങനെ ലോകത്തിന്റെ ഒരു തന്ത്രപ്രധാനമായ കണ്ണാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പിടിച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്തു രാജാവ്? എന്ത് ചെയ്തു രാജാവ് ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി. അക്കടെ സുൽത്താൻ മുഹമ്മദ് അന്ന് ഫാത്തിഹ ആയിട്ടില്ല. സുൽത്താൻ മുഹമ്മദ് അന്ന് രാത്രി ഉണ്ടാക്കി എന്ന് പട്ടാളത്തിന്റെ ഒരു പ്രത്യേക മജ്ലിസ് അവസാനം പട്ടാളം തളർന്നു പോയപ്പോൾ നമ്മൾ തിരിച്ചു പോണോ, തലേന്ന് തിരിച്ചു പോണ്ടേ, അതോ നമ്മൾ ഉപരോധം തുടർന്ന് വീണ്ടും മുന്നോട്ട് പോണോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞു. ഹൈദർ അലി പാഷ അയാൾ പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം. ഇത് ശരിയാവില്ല. അതിന് കാരണമുണ്ട്. ഈ സുൽത്താൻ, ഈ പ്രധാനമന്ത്രി കോൺസ്റ്റാന്റിനോപ്പിൾക്കാരുടെ ചാരനായിരുന്നു. പിടിച്ചടക്കിയ ആദ്യം തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിടിച്ചടക്കിയ ഉടനെ ഇയാൾ അറസ്റ്റ് ചെയ്തു. ഇയാൾ ചാരനായിരുന്നു. അവസാനം വരെ കൊണ്ടുപോയി. പക്ഷേ ഇയാളെ വാക്കൊന്നും സ്വീകരിച്ചില്ല. ഇയാൾ ചാരനായിരുന്നു. പ്രധാനമന്ത്രി ചാരന. അപ്പോൾ എന്ത് പറഞ്ഞു? മഹാനായ മുഹമ്മദ് ശംസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാണ് അന്നത്തെ ശരീഅത്തിന്റെ ആലിമുമാണ്, ത്വരീഖത്തിന്റെ ശൈഖുമാണ്. ഈ മഹാൻ എന്ത് പറഞ്ഞു? പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് സ്വീകരിക്കാൻ പാടില്ല. അന്നഹു റഅ ഫീ മനാമിഹി ബിശാറത ഫതഹ് ഖസ്തൻതീനിയ അലാ യദി സുൽത്താൻ. ഈ ഭരണാധികാരിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുക എന്ന് ഇന്നലെ അടുത്ത ദിവസവും എനിക്ക് സ്വപ്നത്തിൽ ഇശാറത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ശംസുദ്ദീൻ എന്ന മഹാപണ്ഡിതൻ പറഞ്ഞു. മുഹമ്മദാണ്, മുഹമ്മദ് എന്ന പേരുള്ള ആളാണ് പിടിച്ചടക്കുക എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. പിന്നെ ഇന്നലെ രാത്രി എനിക്ക് സ്വപ്നം കിട്ടിയിട്ടുണ്ട്, ഈ ഭരണാധികാരിയെ പിടിച്ചെടുക്കാൻ സ്വപ്നത്തിൽ ഇശാറത്ത് കിട്ടിയിട്ടുണ്ട്, പിന്തിരിഞ്ഞാൻ പാടില്ല. പ്രധാനമന്ത്രി എന്ത് പറഞ്ഞ്? മാസക്കണക്കിന് ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രധാനമന്ത്രി പറഞ്ഞു തിരിച്ചു പോകാം. എന്നാൽ മഹാപണ്ഡിതനായ അക്കാലത്തെ ശൈഖുൽ ഇസ്ലാമായ മുഹമ്മദ് ശംസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു എന്നെ സമ്മതിക്കൂല, പറ്റൂല, തിരിച്ചു പോകാൻ പാടില്ല. എനിക്ക് ഇന്നലെ രാത്രിയും സ്വപ്നത്തിൽ ഇശാറത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അല്പം കൂടി അദ്ദേഹം പറഞ്ഞു, യജിബുൽ ഇസ്തിംറാറു ഫിൽ ഹർബി, നമ്മൾ യുദ്ധത്തിൽ തന്നെ മുന്നോട്ട് പോകൽ നിർബന്ധമാണ്. നമുക്ക് സഹായമുണ്ടാവും, വിജയവുമുണ്ടാവും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്ക ശംസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറഞ്ഞു, എന്ത് അന്നഹു റഅ സ്വഹാബിയൽ ജലീൽ ഫീ മനാമിഹി അബൂ അയ്യൂബ് അൽ അൻസാരി, ഞാൻ ഇന്നലെ അബൂ അയ്യൂബ് അൽ അൻസാരിയെയും സ്വപ്നം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നർത്ഥം. യുഖ്ബിറുഹു, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അൻ മൗളിഇ ഖബ്രിഹി, പിടിച്ചടക്കിയാൽ ഇന്നാലിന്റെ സ്ഥലത്തേക്ക് വരണം കേട്ടോ, അതിന്റെ ഖബർ അവിടെയാണ് എന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി ഈ അടുത്ത് കഴിഞ്ഞ ദിവസം എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആക്ക ശംസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇന്ന് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും മനുഷ്യന്മാരെ, റളിയല്ലാഹു അൻഹു, അല്ലാഹു ദർജ കൊടുക്കട്ടെ എന്ന് നമ്മളെ മഹാന്മാരായ നേതാക്കന്മാരല്ലേ. മഹാനായ ശംസുദ്ദീൻ മുഹമ്മദ് ശംസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ കാലഘട്ടത്തിലെ ത്വരീഖത്തിന്റെ ശൈഖുമാണ്, ശരീഅത്തിന്റെ ആലിമുൽ അല്ലാമയുമാണ്. ആ മഹാൻ പറഞ്ഞ് നമ്മള് ഖുസ്തന്തോനിയെന്ന് തിരിച്ചു പോകൂല. ഞാൻ ഇന്നലെ രാത്രിയും മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഖബറിന്റെ സ്ഥലം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താമസിച്ചില്ല ഖുസ്തന്തോനിയ ഇസ്ലാമിന്റെ പട്ടാളമാക്കി ആര്യ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഫാത്തിഹ് കഴിഞ്ഞപ്പോൾ അക്കാലത്തെ ഖലീഫയടക്കം മുഹമ്മദുൽ ഫാത്തിഹിന് കത്തയച്ചു. അക്കാലത്തെ ഖലീഫ അബ്ബാസിയായിരുന്നു. ആ അബ്ബാസിയുടെ പേരാരാണ്? അബുൽ ബഖാ ഹംസത്ത് ബിൻ മുത്തവക്കിൽ എന്നാണ്. അദ്ദേഹം അന്ന് കൈറോയിലാണ് ഉണ്ടായിരുന്നത്. ഖിലാഫത്തിന്റെ ചരിത്രം മദീന, കൂഫ, ഡമാസ്കസ്, ബഗ്ദാദ്, കൈറോ, ഇസ്താംബൂൾ തീർന്നു. ഹബീബ റസൂലുള്ളാഹിന്റെ ഖലീഫമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞുതരാം. മദീന, മദീനയിൽ നിന്ന് കൂഫ, കൂഫയിൽ നിന്ന് ഡമാസ്കസ്, ഡമാസ്കസിൽ നിന്ന് ബഗ്ദാദ്, ബഗ്ദാദിൽ നിന്ന് കൈറോ, കൈറോയിൽ നിന്ന് ഇസ്താംബൂൾ 1909 കഴിയും. പിന്നെ ഖലീഫ എന്ന പേരിൽ 1-2 റബ്ബർ സ്റ്റാമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഖലീഫയല്ല, ബ്രിട്ടീഷുകാരുടെ റബ്ബർ സ്റ്റാമ്പുകളായിരുന്നു. അക്കാര്യത്തിൽ ഇന്ന് എഴുതപ്പെടുന്ന താരീഖ് പോലും ഒറിജിനൽ അല്ല. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായ എന്റെ ഖലീഫമാരെ നിങ്ങൾ പിൻപറ്റണം എന്ന് മുഹമ്മദ് മുസ്തഫ. ഖലീഫമാരെ തലസ്ഥാനങ്ങള് മദീന, കൂഫ, ഡമാസ്കസ്, ബഗ്ദാദ്, കൈറോ, ഇസ്താൻബൂള് കഴിഞ്ഞു. ഇനി അവസാനത്തെ ഖലീഫ മദീനയിൽ പ്രത്യക്ഷപ്പെടും. ഇമാം മഹ്ദി തിരിച്ചു മദീനയിൽ വരും, തിരിച്ചു മദീനയിൽ വരും, തിരിച്ചു മദീന. അക്കാലത്തെ ഖലീഫ അബ്ബാസിയായ ഖലീഫയായിരുന്നു. അബ്ബാസി ഖലീഫ പിൽക്കാലഘട്ടത്തിൽ നേരെ സമ്മതിച്ചു കൊടുത്തതാണ് സലീം ഒന്നാമനെ. ഖിലാഫത്ത് യുദ്ധം ചെയ്തെടുത്താലാണ് ഏറ്റെടുത്തത്, അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. അക്കാലത്തെ ഖലീഫ കത്തയച്ചു മുഹമ്മദ് ഫാത്തിഹിന്, സന്തോഷം, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതയമ്മിനം ബിദിക്രിൽ ഖദീം, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്ത് ഞാൻ പറയാണ്. ആരാ പറയാ? ഖലീഫയുടെ കത്താ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അബ്ബാസി ഖലീഫയായ അബുൽ ബഖാ ഹംസത്ത് ബിൻ മുതവക്കിലിന്റെ കത്താണ് മുഹമ്മദുൽ ഫാത്തിഹിന്. ആദ്യത്തെ വരിയാണ്, ഇന്ന മിൻ അഹ്സനി സുനനി അസ്ലാഫിനാ റളിയല്ലാഹു അൻഹും അന്നഹും മുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിമിൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു അല്പം പോലും അവർ പുറകോട്ട് പോയിട്ടില്ല. ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഇവനെ വെച്ചിട്ടുമില്ല. ലോകത്തിന് ഇസ്ലാം എത്തിക്കുന്ന കാര്യത്തിലാണ് അവർ ശ്രമിച്ചത്. ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നല്ലാണ്. വനഹ്നു അലാ തിൽക സുന്നത്തി ഖായിമൂന വഅലാ തിൽകൽ അംനിയത്തി ദായിമൂന മുതമസ്സിലീന വമുസ്തംസികീന ബിഖൗലിഹി മൻ യഗ്ബറത് ഖദമാഹു ഫീ സബീലില്ലാഹ് ഹറമഹുല്ലാഹു അലന്നാർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആര് പരിശ്രമിച്ചാലും അവന്റെ കാൽ അല്ലാഹു നരകത്തിന് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ പണി നിങ്ങൾ ചെയ്തു, നിങ്ങളെ കാല് നരകത്തിന് ഹറാമാക്കുന്ന പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് അബ്ബാസി ഖലീഫ കത്തയച്ചു. ആർക്ക്? മുഹമ്മദുൽ ഫാത്തിഹ്. അതോടുകൂടെ എന്തായി? മാത്രമല്ല അഥവാ മുസ്ലിം ഖലീഫ വരെ ഉസ്മാനികളുടെ ഈ പ്രവർത്തനത്തെ അംഗീകരിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ ഉടനെ മതസൗഹാർദ്ദം സ്ഥാപിച്ചു. ആര്? ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം സ്ഥാപിച്ചു. ആര്? മുഹമ്മദുൽ ഫാത്തിഹ്. വിചാരിച്ചത് അവിടെ നിന്ന് ഉള്ള ക്രിസ്ത്യാനികൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും സൗകര്യം ചെയ്തു കൊടുത്തു. അതേ സമയത്ത് ഫെർഡിനൻഡ് രാജാവ് സ്പെയിൻ പിടിച്ചടക്കിയപ്പോൾ ചെയ്തത്
ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്തതാണ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ദുരന്താണ്. ഇസബെല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവും സ്പെയിൻ പിടിച്ചടക്കിയ ഒരു സമയമുണ്ട്. 800 കൊല്ലത്തെ ഭരണത്തിന് ശേഷം സ്പെയിൻ പിടിച്ചടക്കി ആര്? ഇസബെല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവും. എന്താ ചെയ്തത്? ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കഴുത്തറുത്തു കൊന്നു. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ ഒരനർത്ഥവും ചെയ്തില്ല. എന്തേ? അവരുടെ പിന്നിൽ ഇസ്ലാമായിരുന്നു. അവർ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചവരായിരുന്നു. ഇസ്ലാം സിൽമിൽ നിന്ന് സമാധാനത്തിന് നീതിയില്ലാതെ ഒരു ഇസ്ലാം ഉണ്ടാവൂല. ഇനി ഏതൊരാളിൽ നീതി കണ്ടിട്ടില്ലെങ്കിൽ അയാളിൽ ഇസ്ലാമില്ല എന്ന് ഉറപ്പിച്ചോളൂ. അയാൾ ആരായാലും വേണ്ടില്ല. അയാൾക്ക് നീതിയില്ലെങ്കിൽ അയാൾക്ക് ഇസ്ലാം ഉണ്ടാവില്ല. അയാൾ നേതാവാകാം, അയാൾ സയ്യിദാകാം, അയാൾ തങ്ങളാകാം, അയാൾ തങ്ങൾ പാപ്പയാകാം, അയാൾ ആലിമുൽ അല്ലാമയാകാം, അയാൾ ഖുത്ബുൽ അഖ്താബാകാം. നീതിയില്ലേ, കരുണയും നീതിയും ഇല്ലെങ്കിൽ അയാൾക്ക് ഇസ്ലാം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അഡ്രസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. കിതാബിന്റെ അഡ്രസ് ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖുമൻ നാസ് ബിൽ ഖിസ്ത്. നീതി. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان لا تطغوا في الميزان. നീതി ആ പ്രധാനം. അതുകൊണ്ട് ഒരാളെ ഒരു ഉപദ്രവിച്ചില്ല. ഷജ്ജഅ മൻ ഹാജറ മിന്നും. ക്രിസ്തീയ ജൂതന്മാരായ പല ആളുകളും അവിടെ തന്നെ ആ നാട് വിട്ടു പോയിരുന്നു. അവരെ തിരിച്ചെത്താൻ വേണ്ടി പരിസര ദിക്കുകളിലൊക്കെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കത്തയച്ചു. ആര്? ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഫാത്തിഹ് എല്ലാരോടും മടങ്ങി വരാൻ പറഞ്ഞു. എല്ലാവർക്കും വിവരം കൊടുത്തു, തിരിച്ചു വരണം, നിങ്ങളുടെ നാടാണ്. പണ്ഡിതന്മാർക്ക് ഏർപ്പെടുത്തിയ അതേപോലത്തെ സ്റ്റൈപ്പൻഡ് ക്രിസ്തീയ പാതിരിമാർക്കും ഏർപ്പെടുത്തി. സ്റ്റൈപ്പൻഡുകൾ പള്ളികൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ചർച്ചകൾ സംരക്ഷിക്കാൻ കൽപ്പന കൊടുത്തു. ഒരു മതാധ്യക്ഷനെയോ മത നേതാവിനെയോ മതം പറയുന്നവനെയോ ഒരാൾ ഭയപ്പെടുത്താൻ പാടില്ല നിയമം ഇറക്കി മുഹമ്മദുൽ ഫാത്തിഹ്. ഇതാണ് നീതി, ഇതാണ് ഫാത്തിഹ്. ഇതാണ് റസൂലുള്ളാഹിയുടെ പരിശുദ്ധ ദീനിന്റെ ഫോട്ടോസ്റ്റാറ്റ്. എല്ലാ നാടുകളിലേക്കും അദ്ദേഹം സമാധാനത്തിന്റെ സന്ദേശങ്ങൾ അയച്ചു. ഒന്നുമില്ല, ഒരു സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ കാലത്തെ നേതൃത്വം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്കിടയിൽ നേതൃത്വം തിരിച്ചെടുക്കാൻ വേണ്ടി ഭരണാധികാരി തന്നെ ജഡ്ജിയായി. നിങ്ങൾ നേതൃത്വത്തെ സ്ഥാപിക്കണം, നിങ്ങൾക്ക് കെട്ടുറപ്പുള്ള ഒരു സഭ വേണം, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കെട്ടുറപ്പുള്ള സഭ വേണം, അവർക്കും വളർച്ച ഉണ്ടാവണം, അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയണം. എല്ലാ കാര്യത്തിനും സൗകര്യം ചെയ്തു കൊടുത്തു മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി. ക്രിസ്തീയ സഭകൾക്കും അവിടെയുള്ള ആളുകൾക്കെല്ലാം മതപ്രബോധകർക്കെല്ലാം എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എല്ലാ നാടുകളിലും പിൽക്കാലത്ത് ബോസ്നിയ പിടിച്ചടക്കിയിട്ടുണ്ട് മുഹമ്മദുൽ ഫാത്തിഹ്. സെർബിയ, ബോസ്നിയ, ബാൽക്കൻ ഏരിയ യൂറോപ്പിലെ. എന്നിട്ട് മുഹമ്മദുൽ ഫാത്തിഹ് അവിടെ നൽകിയ ഒരു കരാറ്, ആ നാട്ടുകാർക്ക് നൽകിയ ഒരു വിളംബരം, ആ വിളംബരം ഒന്ന് വായിക്കാം. എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ സുൽത്താൻ മുഹമ്മദ് ഖാൻ നുഅലിനു ലിഅമത്തിൻ നാസ്. യൂറോപ്പിൽ ബോസ്നിയ, സെർബിയ, ഹെർസഗോവിനയൊക്കെ പിടിച്ചടക്കിയ സമയത്ത് അദ്ദേഹം നൽകിയ വിളംബരം. ഞാൻ മുഹമ്മദുൽ ഖാനാണ്, മുഹമ്മദുൽ ഫാത്തിഹ്. നുഅലിനു, ഞാൻ പരസ്യപ്പെടുത്തുന്നു ലിഅമത്തിൻ നാസ്, എല്ലാ ജനങ്ങൾക്കും. വഖാസത്തഹും അന്നനാ അൻഅംനാ അലാ റുഹ്ബാനിൽ ബോസ്നിയ അല്ലദീന യഹ്മലൂന ഹാദൽ ഫർമാന വഅസ്ദർനൽ അവാമിർ. നമ്മൾ ഇവിടുത്തെ പുരോഹിതന്മാർക്കെല്ലാം പ്രത്യേകമായ പരിഗണന നൽകിയിരിക്കുന്നു. അല്ലാ യതഅററ അഹദുൻ, ഒരാളും തിരിയാൻ പാടില്ല. ലിഅഹാഉലാഇ റുഹ്ബാൻ, ഈ പുരോഹിതന്മാർക്കെതിരെ. മതപുരോഹിതന്മാർ, ജൂത ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ ഒരാൾ പ്രവർത്തിക്കാൻ പാടില്ല. വലാലികനായിസീം, അവർ ചർച്ചകൾക്കെതിരെ ഒരു വിരൽ കൂടി ഉയർത്താൻ പാടില്ല. ബിസ്മി എഴുതിയിട്ടാണ് താഴെ വിളംബരം എഴുതുന്നത്. വയുമക്കിനുഹും, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടത്. അയ്യത്തു ഇലാ ബിലാദി, ഞാനും സൗകര്യം ചെയ്തു കൊടുക്കണം. എന്റെ ആളുകൾ എല്ലാവരും സൗകര്യം ഇലാ ബിലാദി, എന്റെ നാട്ടിൽ ഏത് ജൂതനും ഏത് ക്രിസ്ത്യാനിക്കും ഏത് നേതാവിനും ഏത് പാതിരിക്കും ഏത് മതാധ്യക്ഷനും വരാം. യസ്കുനു ഫിഹാ, ഞാൻ അധികാരിയായ നാട്ടിൽ പാർക്കാം. ബി അമാനിൻ, എല്ലാവരും സുരക്ഷിതത്വത്തോടെയും കൂടെ. ചർച്ചകൾക്ക് ചർച്ചിന്റെ സ്ഥാനമുണ്ടാവും. ആ ചർച്ച അവിടെ തന്നെ ആവാം. പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം പള്ളികൾ പലതും നാശമാക്കി. എന്തൊക്കെയെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതേ സമയത്ത് യൂറോപ്യന്മാർ ജെറൂസലേമിലേക്ക് വന്നപ്പോൾ ഉച്ചയായപ്പത്തിന് 60,000 ആളെ കൈത്തെറുത്ത് കൊന്നു. മുസ്ലിങ്ങളെ, കുറച്ച് ക്രിസ്ത്യാനികളെ, യൂതന്മാര്. യൂറോപ്യന്മാർ വന്നപ്പോൾ ഫെർഡിനൻഡ് രാജാവ് ഇസബെല്ല രാജ്ഞിയും വന്നപ്പോഴോ ഫെർഡിനൻഡ് രാജാവും ഇസബെല്ല രാജ്ഞിയും വന്നപ്പോഴോ ലക്ഷക്കണക്കായ ആളുകളെ മതം മാറ്റി, ലക്ഷക്കണക്കായ ആളുകളെ കഴുത്തെടുത്തു വന്നു. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ ആൾ ഒന്നും ചെയ്തില്ല.
സത്യാണ്. നിങ്ങൾ പഠിക്കുക. എന്റെ നാട്ടിൽ എല്ലാവർക്കും സ്ഥിരമായി താമസിക്കാം. എന്റെ നാട്ടിലേക്ക് ആരെങ്കിലും ഇങ്ങോട്ട് അഭയം തേടി വന്നാൽ അലാ ഹദ്ദിൻ സവാ, ഇങ്ങോട്ട് വന്നവരാണെങ്കിലും ഇവിടെ പാർക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം ഉണ്ടാവും. എന്റെ നാട്ടിൽ വന്നാൽ തദ്ദേശീയര് വിദേശികൾ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യർക്ക് ഞാൻ പരിഗണന. ചില നാഷണാലിറ്റി മറ്റു ചില ആളുകൾക്ക് രണ്ടാം തരം നാഷണാലിറ്റിനെ പറ്റിയൊക്കെയാണ് ഇന്ന് ലോകം ആധുനിക വിദ്യാഭ്യാസമുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതല്ലേ ജനങ്ങളെ കാടത്തം. നിങ്ങൾക്ക് ഒരാളും നിങ്ങൾക്കൊരു മുസീബത്ത് ഉണ്ടാക്കുകയില്ല. എന്റെ രാജ്യത്ത് അങ്ങനെ ഒരു മുസീബത്ത് ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു മതക്കാരനെയും ഒരു ഭരണാധികാരിയെയോ ഒരു പണ്ഡിതനെയോ ഒരു മതാധ്യക്ഷനെയോ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ഒരാളെയോ ഒരു മത സ്ഥാപനത്തിനോ ഒരാളും എന്റെ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല. എന്റെ രാജ്യം എല്ലാവരുടെയും മസ്ലഹത്തിന് വേണ്ടി ഉലൈകൽ മുവജ്ജഹു ലിമസ്ലഹതിഹിം യൽസമുന അൽസിൽമ വത്താഅ. എന്റെ രാജ്യം അനുസരണയുടെയും സമാധാനത്തിന്റെയും രാജ്യമാണ്. സെർബിയയും ബോസ്നിയയും ഒക്കെ പിടിച്ചടക്കിയപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഫാത്തിഹിന്റെ വിളംബരമാണ് ഞാൻ ഈ വായിക്കുന്നത്. എന്റെ സമാധാനത്തിന്റെ രാജ്യമാണ്, സന്തോഷത്തിന്റെ രാജ്യമാണ്, അനുസരണ രാജ്യമാണ്. ഞാൻ ചെയ്യാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം മുഹമ്മദുൽ ഫാത്തിഹ് മരിക്കുക, തന്റെ മകൻ ബായസീദ് രണ്ടാമനെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തിട്ട് മരിക്കുമ്പോൾ കൊടുക്കുന്ന വസിയത്ത് കൂടി വായിക്കുക. ലോകത്തിന്റെ നെറുകയിൽ പിടിച്ചടക്കിയിട്ട് പറഞ്ഞില്ലേ, വലിയ ലോകത്തെ മഹാരാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ട് ഒരു മഹാഭരണാധികാരി മരിക്കുന്ന നേരത്ത് മകന് കൊടുത്ത വസിയത്താണ് വായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കി തരാം. ഞാൻ പറഞ്ഞില്ലേ, വിമാനത്തെ കൊണ്ടിടക്ക ഈ സ്വർണത്തിന്റെ കോണി ഇറങ്ങാൻ, സ്വർണത്തിന്റെ കോണിമ കൂടി ഇറങ്ങുള്ളൂ. ഒരു നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേന് ഒരാഴ്ച കൊണ്ട് 1000 കോടി ഉറുപ്പ്യൊക്കെ ചെലവാക്കും ഇന്നത്തെ ഭരണാധികാരി. അന്ന് ഒരു സാധാരണക്കാരെ പോയി ജീവിച്ചു, എല്ലാ നാട്ടിൽ ദീനെത്തിച്ചു. ഭരണാധികാരികൾ അടുത്ത ഭരണാധികാരിക്ക് വസിയത്ത് കൊടുക്കും. അത് ഉസ്മാനികളുടെ സ്വഭാവം. എന്റെ വസിയത്ത് ഖജനാവ് നിന്റേതല്ല, എന്റെ പണി ജീവിച്ചോളാം. ഉസ്മാനി ഭരണാധികാരികളെല്ലാം തൊഴിലാളികളാണ്. അവസാനത്തെ ഭരണാധികാരി അബ്ദുൽ ഹമീദ് രണ്ടാമൻ കാർപ്പൻറ്ററാ, ആശാരി. ആവശ്യമായ കൊട്ടാരത്തിൽ ആവശ്യമായ പണിത്തരങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കും, മാർക്കറ്റ് കൊടുത്തേക്കും. ആര്? ഖലീഫ. ഏഷ്യ ആഫ്രിക്ക രാജ്യങ്ങളൊക്കെ ഇറങ്ങി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സൈനിക കമാൻഡർമാർ വരും രാത്രി കാലങ്ങളിൽ. അപ്പോൾ ഖലീഫ എന്തിലായിരിക്കും? മേശണ്ടാക്കാൻ വേണ്ടിയിരിക്കും. ഖലീഫ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഖലീഫ ഉറങ്ങിയൊന്നും പേടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഖലീഫ രാത്രി എന്തെങ്കിലും മേശയെ കസേര ഉണ്ടാക്കുക, ഖുർആൻ ഓടുക, എന്തെങ്കിലും പണി ഉണ്ടാവും. കാർപ്പൻറ്ററാ, ആശാരിയ. ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ തൊഴിലെന്താണ്? അപ്പൊ അവർ പറഞ്ഞു പൊളിറ്റിക്സ്. അപ്പോൾ അയാൾ പിന്നെ ചോദിച്ചു, നിങ്ങളുടെ തൊഴിലെന്താണ്? അപ്പോൾ വീണ്ടും പറഞ്ഞു പൊളിറ്റിക്സ്. ഇയാൾ പിന്നെ ചോദിച്ചു, അല്ല നിങ്ങൾ തൊഴിലെന്താണ്? അപ്പൊ വീണ്ടും പറഞ്ഞു പൊളിറ്റിക്സ്. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം അല്ലാത്തൊരു തൊഴിലറിയില്ല. അവര് ചെലവഴിക്കുന്ന രാഷ്ട്രീയം കൊണ്ടാണ്. പിന്നെ രാഷ്ട്രീയം കൊണ്ട് ബാക്ക് ഡോറിലൂടെ ഉണ്ടാക്കിയ കുറച്ച് കച്ചവടം കൊണ്ടു. ഇതെന്താ? അബ്ദുൽ ഹമീദ് രണ്ടാമനെ ഇവരൊക്കെ തൊഴിലാളികളാ. മരിക്കുന്ന നേരത്തെ ലോകത്തിന്റെ നെറുകை പിടിച്ചടക്കിയ ഭരണാധികാരി മകന് കൊടുക്കുന്ന വസിയത്ത് വായിക്കാം. മുഹമ്മദ് ഫാത്തിഹിന്റെ വസിയത്തെ വായിക്കാം. വസിയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോനെ ഞാൻ മരിക്കാണ്. എങ്കിലും എനിക്ക് ദുഃഖമില്ല. എന്നെ പോലത്തെ ഒരു പിൻഗാമി എനിക്കുണ്ടല്ലോ. ബയസീദ് താനിയെ ചൂണ്ടി പറയാം, നിന്നെ പോലത്തെ ഒരു പിൻഗാമി എനിക്കുണ്ട്, എനിക്ക് ദുഃഖമൊന്നുമില്ല. ഞാൻ അള്ളാഹ് ഭയപ്പെട്ടേന്, അള്ളാഹ് എനിക്ക് മുതൽ തന്നിട്ടുണ്ട്. നിന്നെ പോലത്തെ ഒരു പിൻഗാമി അള്ളാഹു നമുക്ക് തരട്ടെ. ആദിലൻ, നീ നീതിമാനാകണം. സ്വാലിഹൻ, നീ സ്വാലിഹാൻ. ഇതിന്ന് എത്ര ഭരണാധികാരിക്ക് പറയും? കാരണം ഭരണാധികാരിയെ പറ്റി ആ ഭരണാധികാരി മകനെ അറിയാം. ഫുൾ ടൈം സ്വിറ്റ്സർലൻഡ് ഉണ്ടാക്കി ബ്രാൻഡി വിസ്കിയ മൂപ്പർക്ക് റമളാനും ഷവ്വാലും ഒന്നുമില്ല, മൂപ്പർക്ക് ബിസ്കിയ. മുസ്ലിം ഭരണാധികാരികളുടെ പണിയുണ്ടാ, അവർക്ക് റമളാനും ഷവ്വാലും ഒന്നുമില്ല, ബിസ്കി. ഇതാ കുട്ടികളാണ് ഇപ്പം സാലി 5 സാലിയാണെന്ന് അങ്ങനെ ഇന്നത്തെ ഭരണാധികാരി പറയുന്നത്. നിങ്ങളാദ്യം നന്നായിട്ട് മതിയില്ലേ കാക്കാന്ന് പറയില്ലേ തിരിച്ച്. ഞാൻ മരിക്കുകയാണ്, അല്ലാഹ് എനിക്ക് എന്നെ പോലത്തെ ഒരാളെ തന്നിട്ടുണ്ട്, നീ നല്ലോനാണ്, നീ ഇനി ഒന്നും കൂടെ നന്നാകണം. ആദിലാകണം, നീതിമാനാകണം. സാലിഹൻ, സാലിഹാകണം. റഹീമൻ, ജനങ്ങളോട് കരുണയുള്ളവനാകണം. ഞാൻ നേരെ വായിക്കാം, ഒരു വ്യാഖ്യാനം വേണ്ട. നിനക്കറിയാലോ, നിന്റെ സംരക്ഷണത്തിന്റെ വിരിപ്പ് നീ വിരിച്ചു കൊടുക്കണം ജനങ്ങൾ.
ഒരു മതപരമോ ഒരു സാമ്പത്തികമായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും നീ സംരക്ഷണം കൊടുക്കണം. ഏത് മതക്കാരനും കൊടുക്കണം, ഏത് ധനക്കാരനും കൊടുക്കണം, ധനമുള്ളവനും കൊടുക്കണം, ധനമില്ലാത്തവനും കൊടുക്കണം. ആരുടെയാ ഈ വസിയത്ത്? ആരുടെയാ? മുഹമ്മദുൽ ഫാത്തിഹിന്റെ. ഇസ്ലാം ദീൻ വളർത്താൻ വേണ്ടി നീ സഹായിക്കണം, പണിയെടുക്കണം. ഭൂമിയിലെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം അതാണ്. എന്തുകൊണ്ട്? ഭരണാധികാരി അള്ളാന്റെ ഖലീഫയാണ്, അള്ളാന്റെ കാര്യമാണ് നടപ്പിലാക്കേണ്ടത്. ഏതൊരു വസ്തുവിനേക്കാളും ദീൻ കാര്യത്തെ നീ മുന്തിക്കണം. ഏതൊരു വസ്തുവിനേക്കാളും ദീൻ കാര്യത്തെ മുന്തിക്കാൻ പരിഗണന കൊടുക്കുക. മുഹമ്മദ് ഫാത്തിഹ് സ്വന്തം മകനെ ബായസീദ് ഉസ്താദിക്ക് കൊടുക്കുന്ന വസിയത്താണ് വായിക്കുന്നത്. ഇത് നിത്യമാക്കി കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിനക്ക് തളർച്ച ബാധിക്കരുത്. ദീൻ കാര്യം നടപ്പിലാക്കാൻ തളർച്ച ബാധിക്കരുത്. നീ ചില ആളുകൾക്ക് ആജ്ഞാനുവർത്തിയാകരുത്. ഈ കാര്യത്തെ പരിഗണിക്കാത്തവരുടെ ആജ്ഞാനുവർത്തിയാകരുത്. ഇതൊക്കെ പറയാൻ ഈ മുഹമ്മദിനെ ഫാത്തിഹിനെ ആക്ഷേപിക്കാൻ എന്ത് അവകാശമാടാ ഇന്നത്തെ ആളുകൾക്ക്? ഇന്നത്തെ ആളുകൾ ആരാ? ഇന്നത്തെ ആളുകൾ ദുനിയാവിന്റെ അഹലുകാരുടെ ആജ്ഞാനുവർത്തികളാണ്. വളരെ വലിയൊരു ശതമാനം ദീനിന്റെ അടയാളങ്ങളുമായി ജീവിക്കുന്ന പണ്ഡിത വേഷധാരികളടക്കം. കുറ്റങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാത്തവരായ, വൃത്തികേടുകളിൽ തെറ്റായ വൃത്തികേടുകളിൽ പൂണ്ട് കിടക്കുന്നവരായ ആളുകൾക്ക് വഴിപ്പെടരുത്. ഫസാദാക്കി കളയുന്ന ബിദഅത്തുകള്, ഖവാരിജിന്റെ താല്പര്യങ്ങള്, അങ്ങനെ സ്വഹാബത്തിന്റെ കാലം മുതലേ പൊട്ടിപ്പുറപ്പെട്ട സംഘത്തിന്റെ ബാക്കിക്കാര്, അവർക്ക് നീ വഴിപ്പെടരുത്. ബിദഅത്തിലേക്കും തെറ്റിലേക്കും നിന്നെ ക്ഷണിക്കുന്ന ആളുകളെ തൊട്ട് നീ ദൂരത്തായി നിൽക്കണം. പൊതുമുതൽ സൂക്ഷിക്കുക. അത് തകർക്കപ്പെടുന്നതിനെ തൊട്ട്, അത് അനാവശ്യത്തിൽ ചെലവഴിച്ച് നശിച്ചു പോകുന്നതിനെ തൊട്ട് നീ ബൈത്തുൽ മാലിനെ സൂക്ഷിക്കുക. അതിന് കൈയിട്ടെടുക്കരുത്. എന്റെ നല്ലത് റയ്യത്തിന്റെ പൊതുജനത്തിന് ജി എനിക്ക് പണിയെടുത്തോളാം, ജി പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. നിനക്ക് നിന്റെ മുതൽ പൊതുജനത്തിന്റെ മുതലാണ് ബൈത്തുൽ മാൽ, നീ കൈയിട്ട് പോകരുത്. നീ നിന്നെ സൂക്ഷിക്കുക. നിന്റെ ഭരണീയരിൽ ഒരാളുടെ മുതലിലേക്കും നിന്റെ കൈ നീളരുത്. ഇസ്ലാം ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരാളുടെ സമ്പത്ത് പിടിച്ചടക്കേണ്ട ഇസ്ലാമിന് നിയമമുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടി. അതേതുപോലെ അയാൾ നാട്ടിലെ ഒരാളെ കൊന്നു, അപ്പോൾ അയാളെ സ്വത്ത് എടുത്തിട്ട് മറ്റേയാൾക്ക് ഇങ്ങനെ പകരം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഭരണാധികാരി അല്ലാതെ തൊടാൻ പാടില്ല. എല്ലാ അവകാശികളെയും നീ ബഹുമാനിക്കണം. രാഷ്ട്ര ശരീരത്തിൽ വിതറപ്പെട്ട ശക്തി പണ്ഡിതന്മാരെ ശക്തിയാണ്. രാഷ്ട്രമാകുന്ന ശരീരത്തിൽ വിതറപ്പെട്ട ശക്തി പണ്ഡിതന്മാരെ ശക്തിയാണ്. അത് ഏത് തരം പണ്ഡിതന്മാരാണെങ്കിലും അവർ ഉപയോഗപ്പെടുത്തും. ഏത് തരം പണ്ഡിതന്മാരാണെങ്കിലും, ഏത് വിഭാഗം പണ്ഡിതന്മാരും അവരുടെ കയ്യിൽ ചില വിവരങ്ങളുണ്ടാവും. ആ വിവരം ഉപയോഗപ്പെടുത്തിയാലേ രാഷ്ട്ര ശരീരത്തിന് ജീവൻ ഉണ്ടാവും. ജാനിബവും അവരുടെ ഭാഗത്തെ നീ മഹത്വപ്പെടുത്തണം. വശജ്യവും അവരെ നീ ശക്തിപ്പെടുത്തണം. ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിന്റെതല്ലാത്തൊരു നാട്ടിലെ ഒരു പണ്ഡിതൻ ഉണ്ട് എന്ന് കേട്ടാൽ നിന്റെ നാട്ടിലേക്ക് അയാളെ ക്ഷണിക്കണം. പണം കൊടുത്ത് ആ മനുഷ്യനെ ബഹുമാനിച്ചയക്കണം. എന്തുകൊണ്ട്? ഏത് രാജ്യത്താണെങ്കിലും പണ്ഡിതന് വിലയുണ്ട്. പണ്ഡിതൻ ലോകത്ത് ഏത് രാജ്യത്തെന്നാലും അയാൾക്ക് വിലയുണ്ട്. അയാൾ ബ്രിട്ടനിലാണെങ്കിലും അയാൾ നേട്ടം കൊണ്ട് ഇന്ത്യയിൽ നേടും. ഇന്ത്യയിൽ ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അയാൾ നേട്ടം കൊണ്ട് ബ്രിട്ടനിൽ നേടും. ഏതെങ്കിലും നാട്ടിൽ ഒരു പണ്ഡിതനുണ്ടെന്ന് കേട്ടാൽ അയാൾ നിന്നിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിച്ച് സമ്പത്ത് കൊടുക്കുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും തിരിച്ചയക്കുകയും വേണം. പണ്ഡിതൻ ഏത് നാട്ടിലാണെങ്കിലും അദ്ദേഹം ലോകത്തിന്റെ പൊതു സ്വത്താണ്. മുഹമ്മദ് ഫാത്തിഹിന്റെ വസിയത്താണ്. സൂക്ഷിക്കുക, ധനം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. വലൽ ജുണ്ടു, പട്ടാളവും സമ്പത്തും പട്ടാളമൊക്കെ കാണുമ്പോഴത്തിന് വഞ്ചിതനാവണ്ട.
ഇയ്യാക അൻ തുബഇദ അഹ്ല ശരീഅ അൻ ബാബിക, നിന്റെ വാതിൽക്കൽ നിന്ന് ശരീഅത്തിന്റെ ആളുകളെ അകറ്റുന്നത് സൂക്ഷിക്കണേ. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അത് പ്രചരിപ്പിക്കുന്ന നിന്റെ വാതിൽ നിന്ന് അകറ്റരുത്. വഇയ്യാക അൻ തമീല ഇലാ അയ്യി അമലിൻ യുഖാലിഫു അഹ്കാമ ശരീഅ, ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരായ ഒരു കാര്യത്തിലും നീ ഇടപെടരുത്. فإن الدين غايتنا والهداية منهجنا وبذلك انتصرنا. അല്ലാഹ് എന്താണ് ഈ വസിയത്തിന്റെ ഒക്കെ ഒരു മഹത്വം? فإن الدين എന്നാൽ ദീനാണ് ഗായത്തുനാ നമ്മുടെ ലക്ഷ്യം, والهداية منهجنا ഹിദായത്താണ് നമ്മുടെ മനഹജ്, നമ്മുടെ വഴി, നമ്മുടെ മാർഗം ഹിദായത്തിന്റെ മാർഗമാണ്. നമുക്ക് സഹായം അള്ളാഹു തന്നത് ദീന് കൊണ്ടും ഹിദായത്ത് കൊണ്ടുമാണ്. ഒരു രാജാവ് മകന് കൊടുക്കണ വസിയത്താ, ഒരു പണ്ഡിതൻ പോലും ഇന്ന് കൊടുക്കൂല. ആജാതി വസിയത്താ. ഈ ഒരു ചിന്തോദ്ദീപകമായ വാക്കുകൾ നീ എന്നിൽ നിന്ന് ശേഖരിക്കുക. ഹലർത്തു ഹാദിഹിൽ ബിലാദ്, ഞാൻ ഒരുപാട് നാടുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ കൊടിയുമായി കന്നംലത്തിൻ സഗീറ, ഒരു കൊച്ചു ഉറുമ്പിനെ പോലെയാണ് ഞാൻ സഞ്ചരിച്ചത്. ഞാൻ ഒരിക്കലും എന്റെ തല ഉയർത്തിപ്പിടിച്ചിട്ടില്ല. അങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ അല്ലാഹു ഈ സഹായം എനിക്ക് നൽകുകയുമില്ല. കന്നംലത്ത് എന്താ പറഞ്ഞേ? ഞാൻ ഇസ്ലാമിന്റെ കൊടിയും പിടിച്ച് ലോകരാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. കന്നംലത്തിൻ സഗീറ, ഒരു കൊച്ചു ഉറുമ്പിന്റെ പോലെയാണ് ഞാൻ നീങ്ങിയത്. ഞാൻ അഹങ്കാരമില്ലാതെ അരിമികൾ പറഞ്ഞ വഴിപ്പെട്ട് നീങ്ങിയപ്പോൾ ഒരു കൊച്ചുറുമ്പ്, ഒരു കുഞ്ഞനുറുമ്പ് ഇങ്ങനെ ദേശസഞ്ചാരം നടത്തും പോലെയാണ് ഞാൻ ഈ യൂറോപ്പിലും ആഫ്രിക്കയിലും ഒക്കെ ചുറ്റിയത്. ആ നാടൊക്കെ അല്ലാഹു എനിക്ക് തന്നു. എന്തുകൊണ്ട്? ഇതിന്റെ വിനയമാണ് കാരണം. മോനെ, എന്റെ മാർഗത്തെ നീ പിടികൂടുക, എന്റെ വഴിയിൽ മുന്നോട്ട് പോവുക. ഞാൻ പിടിച്ചടത്ത് പിടിക്കുക. ദീനിനെ പ്രതാപപ്പെടുത്താൻ വേണ്ടി നീ പണിയെടുക്കുക, ദീനിന്റെ അധികാരം മാറ്റപ്പെടുത്തുക. രാജ്യത്തിന്റെ മുതൽ ചെലവാക്കരുത്. എന്ന് പറഞ്ഞാൽ സുഖലോലുപത, നിനക്ക് സുഖിക്കാനുള്ളതല്ല രാജ്യത്തെ സമ്പത്ത്. ഇതൊക്കെ പറയാൻ പറ്റിയ ഒരു ഭരണാധികാരി ആരാടാ ഇന്ന് ലോകത്തുള്ളത്? രാജ്യത്തിന്റെ സമ്പത്ത് നീ ചെലവഴിക്കരുത്. എന്തെങ്കിലും ദൂർത്തിലോ കളിതമാശയിലോ ഖജനാവിന്റെ രാജ്യത്തിന്റെ സമ്പത്ത് എടുക്കുകയാണെങ്കിൽ നിർബന്ധ അളവിനേക്കാൾ കൂടുതൽ എടുക്കരുത്. നിന്റെ മുതലല്ല, രാജ്യത്തിന്റെ മുതലാണ്. രാജ്യത്തിന് മുതലെടുക്കേണ്ടി വന്നാൽ നിർബന്ധ അളവിലെടുക്കുക, എന്റെ അപ്പുറം എടുക്കരുത്. ഏതൊരു ഭരണകൂടവും നശിക്കുക ദൂർത്തടിക്കുമ്പോഴാണ്. പിന്നെ അപ്പൊ നശിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മളതിനേക്കാൾ നശിച്ചു. അപ്പൊ നമുക്ക് തിരിഞ്ഞില്ല. നശിച്ചു എന്ന് തിരിയണമെങ്കിൽ വളരെ അന്തം. ധൂർത്തന്മാരായ ഭരണാധികാരികൾ ഉണ്ടായാലാണ് ഒരു ജനത നശിക്കുക. ഇന്ന് ലോകത്തെ എല്ലാം ധൂർത്തന്മാരായ ഭരണാധികാരികളാ. ആ ജനത നശിക്കും. നശിച്ചു എന്ന് വേറൊരു തിരിയില്ല. മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയാണ് ധൂർത്തനല്ലാത്തൊരു ഭരണാധികാരി ഉള്ളത്? അദ്ദേഹത്തിന്റെ ഒരു കവിത വായിച്ച് അദ്ദേഹം എഴുതിയൊരു കവിത മുഹമ്മദ് അൽ ഫാത്തിഹ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്നതാണ് എന്റെ നിയത്ത്. ഇസ്ലാമി, ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണോ അതാണ് എന്റെയും ലക്ഷ്യം. വിശദമായ കവിതയാണ്. അള്ളാഹു എന്നെ സഹായിക്കലാണ് എന്റെ ലക്ഷ്യം. പക്ഷേ എന്റെ കാര്യവും സമ്പത്തുമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ അത് നേടാൻ എനിക്ക് കഴിയുകയുമില്ല. എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ താല്പര്യം നടപ്പിലാക്കലാണ്. ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താ? ലോകർക്ക് കരുണ ചെയ്യലും സമാധാനം കൊടുക്കലുമാണ്. അതാണ് എന്റെയും ലക്ഷ്യം. അതുകൊണ്ടാണ് എനിക്ക് ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. സത്യം ഇതാണ്. മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ കവിത വസിയത്ത് ഞാൻ അവസാനിപ്പിക്കും. എന്നെ സുലൈമാൻ ഖാനൂനിലേക്ക് കയറാൻ കഴിയില്ല, സലീം ഒന്നാമിലേക്ക് കയറാൻ കഴിയില്ല. അത് ഞാൻ നാളെ പറയും ഇൻഷാ അല്ലാഹ്. നാളെ പറയും. അള്ളാഹു സഹായിക്കട്ടെ. അത് നാളെ പറയും. താരിഖ് പഠിക്കണം.
താരീഖ് കുട്ടികൾക്ക് പഠിപ്പിക്കുകയും വേണം. ഒരു ജനതയെ തകർക്കപ്പെടുക ആ ജനതയുടെ താരീഖ് തകർക്കപ്പെടുമ്പോഴാണ്. ഒരു ജനത ജീവിക്കുക ആ ജനത താരീഖ് ജീവിക്കുമ്പോഴാണ്. ഒരു ജനത ഇല്ലാതാവുക ആ ജനതയുടെ ഉള്ളിലുള്ള ആളുകൾ ആ ജനതയെ പറ്റി ബോധമില്ലാത്തവരാകുമ്പോൾ ഒരു ജനതയും പുറത്തുള്ള ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. ഇന്നത്തെ മുസ്ലിമീങ്ങൾ എല്ലാ ലേഖനങ്ങളും പ്രസംഗങ്ങളും അതാണ്. എന്ത് കഴിഞ്ഞു, നാസുര കാലമാണ്, മുസ്ലിമീങ്ങളെ കൊല്ലാണ്, മുസ്ലിമീങ്ങളൊക്കെ ശരിയാക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാനായിട്ടൊരു ചാനലുകളും. അവനവന്റെ സുഖത്തിനും സൗകര്യത്തിനനുസരിച്ച് ജീവിക്കണം എന്നത് ലക്ഷ്യമാകുമ്പോഴല്ലേ നമുക്ക് തടസ്സം ഉണ്ടാവുള്ളൂ. നമ്മൾ സുഖത്തിന് സൗകര്യത്തിന് ആളുകളല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നമുള്ളത്? നമ്മൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മളെ ഭൗതിക വിഭവം നമ്മളെ കയ്യിലെത്തിയപ്പോൾ അത് കൊത്തിപ്പറിക്കുന്ന ആളുകളെ നമുക്ക് പേടിയായി. ഇപ്പോൾ ആദർശം നമുക്കൊരു വിഷയമല്ല, ആദർശം ഒരു വിഷയമാണ്. എപ്പോൾ ആദർശം നമ്മുടെ ജീവിതാപോപാധിയായാൽ. ഇപ്പൊ നമ്മൾ സുന്നിയാണ്, ഞാൻ സുന്നിയാണ്. എന്തിനാ? എനിക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ചെലവ് ചെയ്യണമെങ്കിൽ സുന്നിയാണ്. ഞാനതാ പഠിച്ചത്. ദീൻ എന്നാൽ എന്താ? ദീൻ എന്നാൽ ഈ കുനൂത്ത് കൂട്ടുവാർത്തന് മാത്രം പറയാനില്ല, അതും വേണം. പക്ഷെ അതല്ല സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അതാണ് അടിസ്ഥാനം. അവരുടെ തൗഹീദ് എന്തായിരുന്നു? അവരുടെ മസ്ലക്ക് എന്തായിരുന്നു? അവരുടെ നിലപാട് എന്തായിരുന്നു? അവരെ മാലി താല്പര്യം എന്ത്? അവരെ ജാഹി താല്പര്യം എന്ത്? ഏതുതരം ജാഹിന് വേണ്ടിയാണ് അവർ പണിയെടുത്തത്? അവർ ജാഹിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ? ഇന്നൽ അർള ലില്ലാഹ് യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ തലമുറ വഹാബിയത്തിലേക്കും മതനിരാസത്തിലേക്കും ലിബറലിസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിന് കാരണം? താരീഖ് നഷ്ടപ്പെട്ടു പോയി. പ്രപിതാമഹന്മാർ ആരായിരുന്നു? അവരുടെ മസ്ലക്ക് എന്തായിരുന്നു? അവർ എന്തിനാണ് അവർ ആയുസ് ചെലവഴിച്ച് എന്നുപോലും അറിയില്ല. ആത്മീയതയുടെ പശയിലല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഈമാനിൽ ഒട്ടിക്കാൻ കഴിയില്ല. ഈമാനിനെ ഹൃദയത്തിൽ ഒട്ടിക്കുന്ന താരീഖ് എന്താ? പക്ഷെ എന്താണെന്നറിയോ? താരീഖുൽ അസ്ലാഫ്. അതാണ് സിറാത്തുല്ലദീന. ഈമാനിനെ കൽബിൽ ഒരു പശ കൊണ്ട് ഒട്ടിക്കണം. അതിന് ആ പശയാണ് എന്ത്? സാലിഹ്യങ്ങളുടെ താരീഖ്. വദ്കുർ ഫിൽ കിതാബി മറിയം വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് നഹ്നു നഖ്സു അലൈക അഹ്സനൽ ഖസസ്. ചരിത്രങ്ങളിലാണ് ആ മുൻകാല ചരിത്രങ്ങൾ നബിയെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരുന്നു. എന്തിനാണത്? ബസാറത്തിന് വേണ്ടി, ബസീറത്ത് വേണ്ടേ? ഹൃദയം ഇവിടുത്തെ പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇതിന്റെ പിന്നാലെ എന്ത് കാര്യം? നടന്നോട്ടെ, ഇത് രണ്ടാം കാര്യല്ലേ? ഒന്നാം കാര്യം എന്താ? നമ്മൾ ആളാകലല്ല, നമ്മൾ ആളാകൽ ഒന്നാമത്തെ ലക്ഷ്യമല്ല. നമ്മൾ കീ പോയിന്റിൽ ഏതെങ്കിലും സ്ഥാനത്ത് കീ പോയിന്റിൽക്ക് വേണ്ടി ഓടുക. ജാഹിന് വേണ്ടി ഓടിയ ആൾക്ക് ഈമാൻ ഉണ്ടാവൂല. ഏതളവിൽ ജാഹിന് ഓടിയോ ആ അളവിൽ ഈമാൻ പോകും. പണിയണ്ട, ജാഹിനോടുക. സ്ഥാനമുള്ള ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ആ സ്ഥാനം എനിക്ക് കിട്ടാൻ വേണ്ടി മയ്യത്തെടുക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് വിളിച്ചു പറയാം. ദീനിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സംഘടനകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ പോലെയാവുക. എല്ലാവർക്കും അധികാരമാണ് വേണ്ടത്. ഇത് ഞാൻ വലിയ മനുഷ്യന്മാരെ, ഇത് നശിച്ചാലല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ? ഒരു ഉമ്മത്ത് നശിച്ചാലേ ആ ഉമ്മത്തിന്റെ നേതൃത്വം ജാഹിന് വേണ്ടി ഓടുള്ളൂ. അപ്പോൾ നേതൃത്വം നശിച്ചിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ ഈ ജാഹിന് വേണ്ടി ഓടൽ സർവ്വസാധാരണമാണ്. ഏതോ ഒന്നോ രണ്ടോ ഫർദ് അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു പൊതുരീതിയല്ല. ഇന്നത്തെ പൊതുരീതി മാലിനും ജാഹിനും വേണ്ടിയുള്ള ഓടലാണ്. ഒരു ഹക്കായി പറയേണ്ടി വന്നാൽ എനിക്ക് ഏതെങ്കിലും നാട്ടിലേക്ക് പോകാൻ പറ്റൂല എങ്കിൽ ആ നാട് ഒഴിവാക്കലല്ലേ നല്ലത്? അതല്ലേ പിന്നല്ലേ? മരിച്ചോലല്ലേ അല്ലേ? പിന്നെ അതല്ലേ നടിക്കുക. ദാറുൽ ഖുർആനിൽ നിങ്ങൾ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാറുൽ ഖുർആനിന് വലിയ ഒരു പൈസയുടെ ആവശ്യമുണ്ട്. നിഅമത്തുള്ളവർ ദാറുൽ ഖുർആനെ സഹായിക്കണം. നിഅമത്തുള്ളവര് ദാറുൽ ഖുർആനെ സഹായിക്കണം.